ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് അരച്ചിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. കട്ടയിട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയും ഒരു 3 മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വാടി വരണം, നല്ലപോലെ വാടണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ വാടി വരുന്നത് വരെ വെക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൽ തന്നെ ഞാൻ ഉലുവ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ കുറച്ച് കുറവായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകമാണ് കേട്ടോ, നല്ല ജീരകം എന്ന് പറയുന്നത് അതാണ്. 1/2 ടീസ്പൂൺ ഗരം മസാലയും 3 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. അടിക്ക് പിടിക്കാതെ നോക്കണം കേട്ടോ, അപ്പോൾ ടേസ്റ്റ് മാറും. ഇനി ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം അടിച്ചെടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. ഒരുപാടങ്ങ് വെള്ളം ചേർക്കണ്ട. ഞങ്ങൾ ലാസ്റ്റ് ഈ മിക്സി ഒന്ന് കഴുകിയിട്ടും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർക്കണ്ട. ഇനി ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ പേസ്റ്റ് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ മിക്സി ഒന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരു വെള്ളം കൂടി പോകരുത്. പിന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇത് അടുപ്പിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഓൾറെഡി കുക്കായതുകൊണ്ട് ചിക്കനല്ല കുക്കാവുണ്ടോ. അപ്പോൾ അത് ഒരു 2 വിസിൽ വരുന്നത് വരെ വെച്ചാൽ മതി കേട്ടോ. 2-3 വിസിൽ വരുന്നത് വരെ മാത്രം വെച്ചാൽ മതി. ഇത് 2 വിസിൽ വരുന്നത് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഒരു പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില കുറച്ച് അധികം ഇട്ട് കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ. എന്നിട്ട് ഇതൊന്ന് ഒരിക്കൽ കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി റെഡിയാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത അടിപൊളി പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.